കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആ ഒരു ജെജു ഐലൻഡിൽ പെട്ടുപോയ ആ ആൾക്കാരെയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ അവർ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് ഒരാൾ വന്ന് നിൽക്കുന്നത്. ആ വന്നിരിക്കുന്ന ആൾ മാസ്ക് ഇട്ട ആളായിരുന്നു. ആ ഒരു മാസ്കിൽ നിന്ന് കണ്ണ് മാത്രമേ കാണത്തുള്ളായിരുന്നു. പക്ഷേ ആ കണ്ണിൻ്റെ ഭാഗത്ത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു പാടുള്ളതുപോലെ ആയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റും. അയാളെ കണ്ടിട്ട് അതാരാ എന്നറിയത്തില്ലാതെ എല്ലാവരും ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുന്ന സമയത്ത് അയാൾ പറയാണ്, നിങ്ങളല്ലേ ബോട്ടിന് വേണ്ടി സഹായം ചോദിച്ചത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നത്. എല്ലാവരും ഓക്കെ ആണോ? എത്ര പേരുണ്ട് നിങ്ങളിവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. എത്ര പേരുണ്ട് എന്ന ആ ഒരു ചോദ്യത്തിന് എന്തുത്തരം പറയുമെന്ന് അറിയത്തില്ലാതെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മോനെ ഒരു സംശയമില്ലാതെ പറയുകയാണ്, ഞങ്ങൾ 26 പേരുണ്ട്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷിച്ച് അപ്പുറത്തെത്തിക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഗാർഡ് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ ഒരു രാത്രിയിൽ ഇവിടേക്ക് വന്നത്? ഇവിടെയാണെങ്കിൽ ഫോണിൻ്റെ സിഗ്നൽ പോലും കിട്ടാത്ത സ്ഥലമാണ്. വളരെ ഡേഞ്ചറസും ആയിട്ടുള്ള ഒരു ഐലൻഡാണിത്. ഒരുപാട് വന്യമൃഗജീവികളും ഉള്ളൊരു സ്ഥലമാണിത്. നിങ്ങൾ ശരിക്കും ഓക്കെ ആണോ? കുറേ നേരമായില്ലേ ഇവിടെ പെട്ടുപോയിട്ട് എന്നൊക്കെ ഗാർഡ് ചോദിക്കുകയാണ്. ആ സമയത്ത് മോനി ദേഷ്യപ്പെട്ടിട്ട് മഴയാണ്, നിങ്ങളോട് എത്ര തവണ പറയണം ഞങ്ങൾ ഓക്കെ ആണെന്ന്? എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്ക്, അതിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിലൊന്ന് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ അവർ ആ ഒരു ബോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഒരു ഗാർഡ് കൂട്ടിക്കൊണ്ട് പോകുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. എല്ലാവരും നടക്കുന്ന കൂട്ടത്തിൽ രാഹി ഇങ്ങനെ നടന്നപ്പോഴേക്കും പെട്ടെന്ന് എന്തോ തട്ടി വീഴാൻ പോയി. അങ്ങനെ വീഴാനായിട്ട് പോയപ്പോൾ അവളുടെ കാലിൽ ചെറുതായിട്ട് മുറിവേൽക്കുകയാണ്. ആ ഒരു മുറിവിൽ പെട്ടെന്ന് ആ ഗാർഡ് ഓടി വന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കർച്ചീഫ് എടുത്തിട്ട് ആ ഒരു മുറിവ് കെട്ടിക്കൊടുക്കുകയാണ്. അങ്ങനെ നടന്ന് ഒരു ഡെഡ് എൻഡ് മാതിരി ഒരു സ്ഥലത്തേക്ക് അവരെത്തുകയാണ്. അത് ഡെഡ് എൻഡ് ആയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഫുള്ള് ചെളിയായിരുന്നു. അതിങ്ങനെ കുളം പോലെ കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടിയായിരുന്നു. അതിനെന്തോരം ആഴമുണ്ടെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് എല്ലാവരും പേടിച്ച് ഇങ്ങനെ അങ്ങോട്ടേക്ക് കടക്കാനായിട്ട് മടിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് മോനെ പെട്ടെന്ന് മുന്നോട്ട് വന്നിട്ട്, നിങ്ങൾ എന്തിനാണ് ഇത്ര പേടിക്കുന്നത്? ബോട്ട് നേരെ അപ്പുറം കിടപ്പുണ്ട്, ഇത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ബോട്ടിൽ കയറി വീട്ടിലോട്ട് പോകാം, പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് ഹോട്ടലിലേക്ക് എത്താം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ധൈര്യത്തോടെ ആ ഒരു ചെളിക്കുളം കടന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. കുറച്ചെത്തിയപ്പോഴേക്കും അവളുടെ കാല് അതിൽ പെട്ടുപോയിട്ട് അതിൽ മുങ്ങിപ്പോകാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും കൂടി ഒരു വിധത്തിൽ ഹനുമനെ അതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ആ ഒരു ടൈം ആയപ്പോഴേക്കും രാഹിനെ കൂട്ടിയിട്ട് ആ ഒരു ഗാർഡ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഡിറ്റക്റ്റീവ് നാം ആ ഒരു ഗാർഡിൻ്റെ അടുത്ത് നിന്നിട്ട്, നീ ഏത് സ്ഥലത്തേക്കാണ് നീ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്? ഞങ്ങളെ ഇനിയും പെടുത്താനായിട്ടാണോ നിൻ്റെ ശ്രമം എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് ഗാർഡ് പറയാണ്, ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ചെളിക്കുളം വന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല, പക്ഷേ കറക്റ്റായിട്ടുള്ള വഴി ഇത് തന്നെയാണ്. വേറെ ഏത് വഴി കൂടെ പോയാലും വിഷച്ചെടികൾ നിറഞ്ഞൊരു ഐലൻഡാണിത്. വേറെ ഒരു വഴിയും സേഫ് അല്ല, ഈ ഒരൊറ്റ വഴി കൂടെ തന്നെ നടന്നേ മതിയാകൂ എന്ന്, വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ആ ഒരു ഗാർഡ് പറയാണ്. ആ ഒരു സമയത്ത് എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വരുന്നത് മാതിരി ആ ഒരു കാട്ടുപന്നികളുടെ സൗണ്ട് കേൾക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും നല്ല രീതിയിൽ പേടിച്ച് പോവാണ്. ഇനി ആ ഒരു ചെളിയുടെ കുളം കടന്നേ മതിയാകൂ എന്ന് തന്നെ അവർക്ക് മനസ്സിലാവാണ്. രാഹി സമയം പറയുവാണ്, കുറച്ച് പേര് നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തേ മതിയാകൂ എന്ന് പറയാണ്. സത്യത്തിൽ ആ ഒരു സ്ഥലത്തേക്ക് കുറച്ച് പേര് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി സാധാരണക്കാരായ ബാക്കി ആൾക്കാർ അവിടെ നടന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വരുന്ന കണ്ടിട്ടാണ് രാഹി ഇത് പറഞ്ഞത്. രാഹി അന്നേരം പറയാണ്, ഇവിടെ ഇങ്ങനെ ഒരു ചെളിക്കുളം ഉണ്ടെന്നും നല്ല ആഴമുണ്ടെന്നും ഇറങ്ങിയാൽ പെട്ടുപോകുമെന്നും നിങ്ങൾ അവർ വരുമ്പോഴേക്കും പറയരുത്. അവർ സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം എന്ന് വളരെ തന്ത്രപരമായിട്ട് അവരെ ബലി കൊടുത്തിട്ട് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ് രാഹി. അവരങ്ങോട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഗ്യാങ് പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളൂ, ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്ന വഴിക്ക് നല്ല രീതിയിൽ മടുത്തു, കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങളങ്ങ് നടന്നേക്കാം, നിങ്ങൾ ആദ്യമേ പോയിക്കോളൂ, എന്നിട്ട് പോയി രക്ഷപ്പെടൂ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒരുമാതിരി പ്രതീക്ഷ കൊടുത്തിട്ട് അവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയാണ്. അവരത് വിശ്വസിച്ചിട്ട് ആ ഒരു കുളത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങുകയാണ്. കുറച്ച് നടന്നപ്പോഴേക്കും അവർക്ക് മനസ്സിലായി പെട്ടുപോയി എന്നുള്ള കാര്യം. എല്ലാവരുടെയും കാല് ആ ഒരു ചെളിക്കുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ്. ആ ഒരു കുടുങ്ങിയിരുന്ന അവസ്ഥ മുതലെടുത്തിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ പുറത്തൂടെ കയറിയും അവരുടെ മേലെ ചവിട്ടിയും ഒക്കെ അക്കരെ കടക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയം വരുന്ന ആ സമയമാകുമ്പോഴേക്കും രാഹിയും മറ്റുള്ളവരും ഈ ഒരു ചെളിയിൽ മുങ്ങിപ്പോയ ആൾക്കാരെ ഇട്ട് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അവരെ കൊന്നിട്ട് ഇവർ ക്രോസ് ചെയ്യുന്നത് തടയാതിരിക്കാനായിട്ട് അവരെ കൊന്നിട്ട് അവരുടെ പുറത്ത് കയറിയാണ് അവരങ്ങോട്ട് ക്രോസ് ചെയ്തത്. ആ ഒരു ചെളിയിലേക്ക് കടന്ന എല്ലാവരും തന്നെ ഈ ഒരു രാഹിയും ടീമും കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മാറി ആ ഒരു ഗാർഡ് നോക്കി നിൽക്കുന്നതായിട്ട് മാത്രം നമ്മളെ കാണിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ടേക്ക് ബോട്ട് അന്വേഷിച്ച് നമ്മുടെ രാഹിയും ടീമും നടക്കുകയാണ്. ഗാർഡ് ഈ ഒരു സമയത്ത് അവരുടെ കൂടെ ഇല്ല. കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും അവർക്കെല്ലാം വല്ലാണ്ട് ദാഹിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പം അവിടെ ഒരു കുളം ഇരിക്കുന്നത് പോലെ കാണും, ഒരു കുഞ്ഞു കുളം, വെള്ളമൊക്കെ ഉള്ള ഒരു കുഞ്ഞു കുളം അവർ കാണുകയാണ്.
അങ്ങനെ ആ ഒരു ഇതിനകത്തുള്ള വെള്ളം കണ്ടാൽ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളമായിട്ട് തന്നെ തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന എല്ലാവരും തന്നെ ആ ഒരു വെള്ളം കോരി കുടിക്കുകയാണ്. പെട്ടെന്ന് അവർ ശ്രദ്ധിക്കുകയാണ്, അവരുടെ കൂടെ വന്ന 3 ആൾക്കാർ മോൺസ്റ്റേഴ്സിനെ പോലെ ആയിരിക്കുകയാണ്. വിചിത്രമായ ഓരോ മുഖങ്ങളൊക്കെ ആ ഒരു രൂപങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ഡോക്ടർ ഷാ ഈ സമയം ഷൗട്ട് ചെയ്തുകൊണ്ട് എല്ലാവരുടെ പറയാണ്, ഇത് ഞാൻ പറഞ്ഞ അതേ മോൺസ്റ്റേഴ്സാണ്, അവരാണ് ഈ ഒരു ഐലൻഡ് കാത്തു സൂക്ഷിക്കുന്നത്, ഇവരുടെ അടുത്തും നമുക്കിനി രക്ഷപ്പെടാൻ സാധിക്കില്ല. ആ ഒരു മോൺസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂ എന്നുള്ള പല ആൾക്കാരുടെ സൗണ്ടായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ട് വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള നമ്മുടെ റാഹീൻ ടീമും അവിടെ കിടന്ന ഓരോ തടിക്കഷ്ണങ്ങളും ഓരോ ആയുധങ്ങൾ പോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഈ ഒരു മോൺസ്റ്റേഴ്സിനെ ഒന്നും നോക്കാതെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ഒരു മോൺസ്റ്റേഴ്സിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ജയിച്ചതിന് ശേഷം ഒരു അബോധാവസ്ഥയിലേക്ക് കടന്ന ആൾക്കാരെ എല്ലാവരും ഓരോന്നോരോന്നായിട്ട് എണീക്കുന്നതാണ്. ആദ്യം എണീക്കുന്ന ഹൻമുനെയാണ്. അവൾ നോക്കുമ്പം എല്ലാവരും ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അവൾ സ്വയം നോക്കുമ്പോഴേക്കും അവളുടെ കൈ ഫുള്ള് രക്തം പുരണ്ടിരുന്നു. ആ ഒരു രക്തം കണ്ടതുകൊണ്ട് തന്നെ ഹൻമുനി അവിടെ കിടന്ന് നിലവിളിക്കുകയാണ്. ഈ ഒരു നിലവിളി കേട്ട് അബോധാവസ്ഥയിൽ കിടന്ന എല്ലാവരും തന്നെ എണീക്കുകയാണ്. അവരെണീറ്റ് നോക്കുമ്പോൾ കാണുന്നത് അവിടെ മരിച്ചു കിടന്നത് ഒരു മോൺസ്റ്റേഴ്സും ആയിരുന്നില്ല, അവരുടെ കൂടെ വന്ന ആൾക്കാരെ തന്നെയാണ് വളരെ ദാരുണമായി ഇവർ കൊലപ്പെടുത്തിയത്. ഈ ഒരു സമയം ധൈര്യത്തോടെ റാഹി എണീച്ചെന്ന് പറയാണ്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മളിവിടെ ചെയ്തത് സെൽഫ് ഡിഫെൻസ് മാത്രമാണ്, അവർ മോൺസ്റ്റേഴ്സ് അല്ലെങ്കിൽ പോലും നമ്മുടെ ഭാഗത്താണ് ശരി. അങ്ങനെ അവിടേക്ക് ഗാർഡ് വന്നിട്ട് പറയാണ്, ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് വേറൊരു എളുപ്പവഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, എല്ലാവരും എൻ്റെ പുറകെ വാ എന്ന് പറയാണ്. അങ്ങനെ കുറേ പാറക്കെട്ടുകളുടെ മുകളിൽ കൂടി അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാർഡിൻ്റെ പുറകെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ മടുത്തിട്ട് അവിടെ നിന്ന് ഇരിക്കാമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ആ ഒരു പാറക്കെട്ടുകളുടെ ഇടയിൽ വൈബ്രേഷനായിട്ട് വരുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവർ നോക്കുമ്പം ഒരുപാട് വെള്ളം ഇങ്ങനെ അടിച്ച് തിരമാല കണക്കിന് അറ്റത്തുനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് കരയ്ക്കടിഞ്ഞ് കിടക്കുന്ന നമ്മുടെ റാഹിനെയും ടീമിനെയാണ്. അവിടേക്ക് ഗാർഡ് വന്നിട്ട് എല്ലാവരും വിളിച്ചുണർത്തി രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഗാർഡ് ഈ സമയം എല്ലാവരോടുമായിട്ട് പറയാണ്, നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന ബോട്ട് ഇവിടെ കാണുന്നില്ല. ജിൻമോ അത് കേട്ടിട്ട് വളരെയധികം ദേഷ്യപ്പെട്ട് ഗാർഡിനോട് ദേഷ്യപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ റാഹി പറയാണ്, നമ്മളിപ്പോൾ ഒരു വഴക്കിനും ഇനി പോകാനായിട്ട് പാടില്ല, ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗ്ഗം കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ്. ആ സമയം ചുറ്റും നോക്കുന്ന ഡോക്ടർ ഷാ പെട്ടെന്ന് അവിടെ ഒരു ബോട്ട് കാണുകയാണ്. ഇത് കണ്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരോടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ്. ഗാർഡ് ആ സമയം പറയുകയാണ്, നമ്മൾ മൊത്തത്തിൽ 13 പേരുണ്ട്, ആകെ 7 പേര് മാത്രമേ ആ ഒരു ബോട്ടിൽ പോകാൻ സാധിക്കുകയുള്ളൂ, അതിൽ കൂടുതൽ ആളുകൾ പോയി കഴിഞ്ഞാൽ ആ ബോട്ട് മുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സൂക്ഷിച്ച് ആലോചിച്ചിട്ട് ആരൊക്കെ പോകുന്നു എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. എല്ലാവരും കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ഒരു മിനിറ്റത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയതിന് ശേഷം അങ്ങോട്ട് ഓടാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും സ്വന്തം കാര്യം നോക്കി ആ ഒരു ബോട്ടിലേക്ക് കയറാനായിട്ടായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഓടി അവരെ തടയാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരെ അവിടെ നിന്ന് ഉപദ്രവിക്കാനും അവിടെ നിന്ന് തള്ളിയിടാനും ഒക്കെ ഈ ആൾക്കാരെ ശ്രമിക്കുകയാണ്. ആദ്യം ആ ഒരു ബോട്ടിലേക്ക് എത്തുന്നത് ദോഹ്യുക്കാണ്, പിന്നെ വരുന്നതാണ് ഹൻമുനി. പക്ഷേ ഹൻമുനി അതിലേക്ക് കയറുന്നതിന് മുന്നേ ആരോ ഒരാൾ അവളുടെ കാലെ പിടിച്ച് വലിച്ച് പുറകോട്ടിടാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം ദോഹ്യുക്ക് അതുകൊണ്ട് തന്നെ ഹൻമുനിയെ രക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ ഫൈറ്റിന് ശേഷം അവർ 7 പേര് മാത്രമായിട്ട് ആ ഒരു ബോട്ടിലേക്ക് കയറുകയാണ്. ബാക്കിയുള്ള എല്ലാവരെയും അവരായിട്ട് തന്നെ അവരുടെ സ്വന്തം സെൽഫിഷ്നെസ് കാരണം കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇവർ ബോട്ട് നീങ്ങുന്തോറും ആലോചിക്കുകയാണ്, 33 പേരാണ് ഈ ഒരു ഐലൻഡിലേക്ക് വന്നത്, തിരിച്ചു പോകുന്നത് ആകെ 7 പേർ മാത്രം, ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് എന്തുത്തരം പറയും എന്നാലോചിക്കുകയാണ് എല്ലാവരും. റാഹി സമയം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാണ്, നമ്മൾ ഇവിടുന്ന് നേരെ ഹോട്ടലിലേക്ക് പോകുന്നു, നേരത്തെ അങ്ങോട്ടേക്ക് എത്തണം, അത് കാരണം 9 മണിക്ക് മുമ്പ് ആരും അവിടേക്ക് എത്താൻ പോകുന്നില്ല, ഒരു സ്റ്റാഫും 9 മണിക്ക് മുന്നേ അവിടേക്ക് എത്തില്ല, നമ്മൾ ഈ ഒരു ഐലൻഡിലേക്ക് വന്നു എന്ന കാര്യം പോലും ആരും തന്നെ അറിയില്ല. പെട്ടെന്നാണ് ആ ഒരു കടലിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ഗാർഡ് കയറി വന്നിട്ട്, എന്നെയും കൂടി നിങ്ങൾ രക്ഷിക്കണം, നിങ്ങളെ രക്ഷിക്കാനായിട്ടല്ല ഞാൻ ഈ ഒരു വഴി വന്നത്, അപ്പോൾ എന്നെ നിങ്ങൾ രക്ഷിക്കാതെ കൊണ്ടുവന്ന് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് വളരെ കാല് പിടിക്കുകയാണ്, എന്നെയും കൂടെ കയറ്റിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞിട്ട്. റാഹി സമയം കയ്യിൽ കിട്ടിയ ഒരു ആയുധം എടുത്തിട്ട് ആ ഒരു ബോട്ടിലേക്ക് ഇറുകി പിടിച്ചിരുന്ന ആ ഒരു ഗാർഡിൻ്റെ കൈ എടുത്ത് തല്ലി വളരെയധികം മുറിവേൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു ഗാർഡ് നേരെ ബോധം കെട്ട് ആ ഒരു കടലിലേക്ക് വീഴുകയാണ്. അങ്ങനെ വലിയ ടെൻഷനുകളൊന്നുമില്ലാതെ എല്ലാവരും തിരിച്ച് ഹോട്ടലിലേക്ക് എത്തുകയാണ്. റാഹി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ആയിട്ട് എല്ലാവരും ലോബിയിലേക്ക് 9 മണിക്ക് മുന്നേ തന്നെ എത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമാധാനപരമായിട്ട് ഫ്രഷ് ആവാനായിട്ട് റൂമിലേക്ക് പോകുന്ന എല്ലാവർക്കും വേണ്ടി ഒരു ഫ്രഷ് ആയിട്ടൊരു മെസ്സേജ് അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചായയുടെ റൂമിൽ ഡോക്ടർ ചായ്ക്ക് കിട്ടിയ മെസ്സേജ് ഇതായിരുന്നു, മിസ്റ്റർ ബങ്ങിൻ്റെ കൊലപാതകി എന്നായിരുന്നു ഡോക്ടർ ചായ്ക്ക് കിട്ടിയ മെസ്സേജ്. ദോഹ്യുക്കിൻ്റെ മെസ്സേജ് ഇതായിരുന്നു, നീയാണ് ബോബിളിൻ്റെ ക്രിയേറ്റർ എന്ന. കാരണം ദാമിക്ക് ബോബിൾ എന്ന പേര് വീഴാൻ കാരണം തന്നെ ദോഹ്യുക്കായിരുന്നു.
മിസ് ഗോയുടെ മെസ്സേജ് ഇതായിരുന്നു. അതായത് അവരുടെ ഹൈസ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ആ ഒരു അഫെയറിൻ്റെ കാര്യത്തെ പറ്റിയായിരുന്നു ആ ഒരു മെസ്സേജ്. അതേ അഫെയറിന് വേണ്ടിയിട്ടായിരുന്നു ദാമിയെ കള്ളത്തരം പറഞ്ഞിട്ട് പെടുത്താനായിട്ട് മിസ് ഗോ ശ്രമിച്ചിരുന്നത്. പിന്നീട് ഡിറ്റക്റ്റീവ് നാമിൻ്റെ മെസ്സേജാണ് കാണിക്കുന്നത്. അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നായിരുന്നു അയാളുടെ മെസ്സേജ്. പിന്നീട് മൊനയുടെ മെസ്സേജാണ് കാണിക്കുന്നത്. അതിൽ ആ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് ഹൻമോനെ ആയിരുന്നു എന്നാണ് ആ ഒരു മെസ്സേജ്. പിന്നീട് റാഹിയുടെ മെസ്സേജ് ആയിരുന്നു കാണിക്കുന്നത്. ബോബിളിൻ്റെ ബയോളജിക്കൽ മദർ ആണ് നീ എന്നായിരുന്നു റാഹിക്ക് കിട്ടിയ മെസ്സേജ്. പിന്നീട് ജിൻമോയ്ക്ക് കിട്ടിയ മെസ്സേജാണ് കാണിക്കുന്നത്. സ്കാർലെറ്റ് ലെറ്റർ എന്നൊരു ലൈവ് സ്ട്രീമിംഗ് ചാനൽ നീയാണ് തുടങ്ങിയത് എന്നായിരുന്നു ജിൻമോയുടെ മെസ്സേജ്. അതിനുശേഷം റാഹിയും ജിൻമോയും കൂടി തമ്മിൽ കാണുന്ന സമയത്ത് ഇങ്ങനൊരു നോട്ട് കിട്ടിയ കാര്യം പറയുകയാണ്. പക്ഷെ അതിലെന്താ എഴുതിയിരുന്നത് എന്ന് പറയുന്നില്ല. അവർക്ക് ആ ഒരു സമയം യോങ്ജുനെ ഡൗട്ട് തോന്നുകയാണ്. ഇനി പാട്ട് തുടങ്ങുന്നതിന് മുമ്പെങ്ങാനും യോങ്ജു അത് നമ്മളുടെ റൂമിൽ കൊണ്ടുവച്ചതാണോ എന്നായിരുന്നു അവരുടെ ഡൗട്ട്. അങ്ങനെ യോങ്ജുൻ്റെ റൂമിലെത്തിയിട്ട് അവർ ആ ഒരു റൂം ഫുള്ള് അരിച്ചു പെറുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു റൂമിൽ നിന്ന് ഒരു ഡ്രഗ്സിൻ്റെ പാക്കറ്റ് ജിൻമോയ്ക്ക് കിട്ടുകയാണ്. പിന്നീട് എല്ലാവരും വിളിച്ചിരുത്തിയതിന് ശേഷം ജിൻമോ ഈ ഒരു ഡ്രഗ്സിൻ്റെ പാക്കറ്റ് എല്ലാവരെയും കാണിക്കുകയാണ്. എല്ലാവർക്കും ആ ഒരു സമയം ഒരു കാര്യം മനസ്സിലാവുകയാണ്. അവരെല്ലാവരും ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസിലായതുകൊണ്ടാണ് ആ ഒരു ഐലൻഡിലെത്തിയപ്പോഴേക്കും മാജിക്കലായിട്ട് പലതും കാണാനായിട്ട് തുടങ്ങിയത്. ഇല്ലാത്ത പലതും അവർ കണ്ണിന് കാണാൻ ശ്രമിച്ചത് ആ ഒരു ഡ്രഗ്സിൻ്റെ മയക്കത്തിലായിരുന്നു എന്നവർ മനസ്സിലാക്കുകയാണ്. മിസ് ഗോ ആ സമയം ഒരു കാര്യം പറയുകയാണ്. നമ്മളെല്ലാവരും ഡ്രഗ്സിൻ്റെ മയക്കത്തിലാണെങ്കിൽ ഇന്നലെ നമ്മൾ സംഭവിച്ചു എന്ന് കരുതിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിലോ? ആ ആൾക്കാരെല്ലാം ജീവനോടെ ഉണ്ടെങ്കിലോ? മോനെ ആ സമയത്ത് അവളുടെ കയ്യിൽ ആ ദിവസം പറ്റിയ ഒരു മുറിവ് കാണിച്ചിട്ട് പറയുകയാണ്, ഒരിക്കലുമില്ല, ഇന്നലെ നടന്ന എല്ലാം സത്യമാണ്. ഈ സമയം സ്വയം ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ജിൻമോ പറയുകയാണ്, നമ്മളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നമ്മൾ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസിലായിരുന്നു, നമ്മൾ സ്വയം വിക്ടിംസാണ്. ആ ഒരു ഡ്രഗ്സിൻ്റെ എഫക്റ്റിലാണ് നമ്മൾ അവരെ കൊല്ലേണ്ടി വന്നത്. നമ്മൾ അവരെ കൊന്നില്ലായിരുന്നെങ്കിൽ അവർ നമ്മളെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് ഇതൊരു സെൽഫ് ഡിഫെൻസ് ആയിട്ടേ കൊടുത്തുള്ളൂ. ഈ ഒരു സമയം ഡിറ്റക്റ്റീവ് നാം പറയുകയാണ്. അയാൾ അന്നേരം ഒരു കാര്യം റിവീൽ ചെയ്യുകയാണ്. ഞാനാണ് ജെജു ഐലൻഡിലെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. നിങ്ങളെല്ലാവരും എനിക്കെതിരെ സംശയം തിരിയാതിരിക്കാനായിട്ട് ഞാനിവിടെ വന്നിട്ട് കുറച്ച് നേരെ ആയിട്ടുള്ളൂ എന്ന് പറയണം മൊഴി കൊടുക്കുന്ന സമയത്ത്. ഇനി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനും ഇതിലൊരു സസ്പെക്റ്റായിട്ട് മാറുന്നതാണ്. ഞാൻ സസ്പെക്റ്റായി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു കേസ് എനിക്ക് അന്വേഷിക്കാനായിട്ട് സാധിക്കില്ല. ഞാൻ അന്വേഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ നിന്ന് ഊരിപ്പോരാനായിട്ട് പ്രയാസമായിരിക്കും. ഏറ്റവും ആദ്യം നമ്മൾ എവിഡൻസ് നശിപ്പിക്കുകയാണ് വേണ്ടത്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവിടേക്ക് പോയതിൻ്റെ എവിഡൻസ് ഇരിപ്പുണ്ടോ അതെല്ലാം നമ്മൾ നശിപ്പിച്ച് കളയണം. പിന്നീട് നമ്മൾ കാണുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ച പോലത്തെ തന്നെ സെയിം റൂമിലിരുന്നുകൊണ്ട് മാത്യു ഇവരെ എല്ലാവരുടെയും ഓരോ മൊമെൻറ്റ്സും വായിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഒരു സമയം നമുക്കൊരു ട്വിസ്റ്റ് റിവീൽ ആവുകയാണ്. അതായത് ആ ഒരു ഐലൻഡിലേക്ക് ആ ഒരു ഗാർഡിൻ്റെ രൂപത്തിൽ ചെന്നത് മറ്റാരുമായിരുന്നില്ല, ഈ ഒരു മാത്യു ലീ തന്നെ ആയിരുന്നു. മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാനായിട്ടാണ് അയാൾ മാസ്ക് വെച്ചിട്ട് പോയത്. കൂടാതെ ആ മാസ്ക് നിലത്ത് വെക്കുന്ന സമയത്ത് റാഹി അടിച്ചതിൻ്റെ പാട് അയാളുടെ കയ്യിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റാഹി ഈ സമയം എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ആ ഒരു സ്റ്റാഫ് 9 മണിക്ക് ശേഷം അവിടേക്ക് എത്തും. അതിന് മുമ്പ് തന്നെ നമ്മൾ എല്ലാം ചെയ്ത് തീർക്കേണ്ടതാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പോലും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കുടുങ്ങും എന്ന് പറയുകയാണ്. മൊനയും ഡോക്ടർ ചായയും മിസ് ഗോയും കൂടി ചെന്നിട്ട് പൂള് വൃത്തിയാക്കുകയാണ്. ആ ഒരു പൂളിൽ ഡ്രഗ്സിൻ്റെ ഒരു അംശം പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് അവരത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഡിറ്റക്റ്റീവ് നാം ആ ഒരു ഹോട്ടലിലെ CCTV റൂമിൽ ചെന്നിട്ട് ഇവരെല്ലാവരും പുറത്തിറങ്ങുന്നതിൻ്റെയും ആ ഒരു ബോട്ടിൽ കയറി ജെജു ഐലൻഡിലേക്ക് പുറപ്പെടുന്നതിൻ്റെയും വിഷ്വൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാണ്. കൂടാതെ അവരിങ്ങോട്ടേക്ക് വന്ന ആ ഒരു ചെറിയ ബോട്ട് അയാൾ കത്തിച്ച് കളയുന്നുമുണ്ട്. ദോഹ്യൂക്കും റാഹിയും ബാക്കിയുള്ളവരും അവർ ആ ഒരു പോയ ദിവസം ഇട്ട വസ്ത്രങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്യു ലീ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് റാഹി തൻ്റെ പോക്കറ്റിൽ കൈ വെച്ച് നോക്കുമ്പോഴേക്കും അവിടെ ആ ഒരു ഹാൻഡ് കർച്ചീഫ് കാണുകയാണ്. അതേ കർച്ചീഫ് വെച്ചിട്ടായിരുന്നു ആ ഒരു ഗാർഡ് അവളുടെ മുറിവിൽ കെട്ടിക്കൊടുത്തത്. അവൾക്ക് ഈ സമയത്ത് വല്ലാണ്ടൊരു കുറ്റബോധം തോന്നുകയാണ്. അവരെ സഹായിക്കാനായിട്ട് ആ ഒരു ഐലൻഡിലേക്ക് വന്ന ആ ഒരു ഗാർഡിനെയാണ് അവൾ അതിദാരുണമായിട്ട് കൊലപ്പെടുത്തിയത് എന്നാലോചിക്കുമ്പോൾ വളരെയധികം കുറ്റബോധം വരികയാണ് റാഹിക്ക്. പക്ഷേ വീണ്ടും റാഹിയുടെ ആ ഒരു സെൽഫിഷ് ആയിട്ടുള്ള സൈഡ് ഓൺ ആവുകയാണ്. ഞാനെന്തിനാ വേറെ ഏതെങ്കിലും ഒരു ഗാർഡിന് വേണ്ടി വിഷമിക്കുന്നത്? എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. പിന്നെ പറയാണ്, എൻ്റെ വഴിയിലേക്ക് ആരൊക്കെ വന്നാലും അവരെയൊക്കെ ഞാൻ നീക്കം ചെയ്യും. ഒരു തടസ്സമായിട്ട് എൻ്റെ മുന്നിൽ ആര് നിൽക്കാമെന്ന് കരുതണ്ട എന്ന് റാഹി പറയാണ്.